ആരവല്ലി മലനിരകൾ എന്ന ഇന്ത്യയുടെ പുരാതനമായ സ്വാഭാവിക മതിൽക്കെട്ട് ഇന്ന് വലിയൊരു നിയമ പോരാട്ടത്തിൻ്റെയും ജനകീയ പ്രതിഷേധത്തിൻ്റെയും കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. രാജസ്ഥാൻ, ഹരിയാന, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലും തലസ്ഥാനമായ ഡൽഹിയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരകൾ വെറുമൊരു ഭൂപ്രകൃതിയല്ല, മറിച്ച് ഉത്തരേന്ത്യയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന ശ്വാസകോശമാണ്. എന്നാൽ സുപ്രീം കോടതി അടുത്തിടെ അംഗീകരിച്ച പുതിയ നിർവചനം ഈ മലനിരകളുടെ നിലനിൽപ്പിനെ തന്നെ ഭീഷണിയിലാക്കിയിരിക്കുന്നു എന്ന ആശങ്കയിലാണ് പരിസ്ഥിതി പ്രവർത്തകരും പ്രാദേശിക ജനവിഭാഗങ്ങളും. ആഗോളതലത്തിൽ തന്നെ പഴക്കമേറിയ പർവ്വതനിരകളിൽ ഒന്നായ ആരവല്ലിയുടെ സംരക്ഷണവും വികസനവും തമ്മിലുള്ള ഈ പോരാട്ടം ഇന്ത്യയുടെ പുതിയ പാരിസ്ഥിതിക ഭാവി നിർണ്ണയിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. എന്താണ് ഈ വിവാദത്തിന് ആധാരമായ പുതിയ നിർവചനം എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ശുപാർശകൾ കണക്കിലെടുത്ത് സുപ്രീം കോടതി അംഗീകരിച്ച പുതിയ നിയമപ്രകാരം ചുറ്റുമുള്ള ഭൂപ്രദേശത്തു നിന്ന് കുറഞ്ഞത് 100 മീറ്ററെങ്കിലും ഉയരമുള്ള ഭൂപ്രകൃതിയെ മാത്രമേ ഇനി ആരവല്ലി കുന്നുകൾ ആയി കണക്കാക്കുകയുള്ളൂ. കൂടാതെ 500 മീറ്റർ ചുറ്റളവിനുള്ളിൽ ഇത്തരത്തിലുള്ള 2 കുന്നുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു മലനിരയായി പരിഗണിക്കുകയുള്ളൂ. കേൾക്കുമ്പോൾ ലളിതമായ ഒരു സാങ്കേതിക വിഭജനം എന്ന് തോന്നാമെങ്കിലും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അങ്ങേയറ്റം ഗൗരവകരമാണ്. കാരണം ആരവല്ലിയിലെ വലിയൊരു വിഭാഗം കുന്നുകളും 100 മീറ്ററിൽ താഴെ മാത്രം ഉയരമുള്ളവയാണ്. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഉയരം കുറഞ്ഞ ഈ കുന്നുകൾക്ക് ഇതുവരെ ലഭിച്ചിരുന്ന നിയമപരമായ സംരക്ഷണം നഷ്ടപ്പെടുകയും അവ ഖനനത്തിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി തുറന്നു കൊടുക്കപ്പെടുകയും ചെയ്യും. പരിസ്ഥിതി പ്രവർത്തകർ ഈ നീക്കത്തെ ശക്തമായി എതിർക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ആരവല്ലി വെറുമൊരു കല്ലും മണ്ണും നിറഞ്ഞ കുന്നുകളല്ല, മറിച്ച് താർ മരുഭൂമിയുടെ കിഴക്കോട്ടുള്ള വ്യാപനത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു പ്രകൃതിദത്ത മതിൽ കൂടിയാണ്. ഡൽഹി ഉൾപ്പെടെയുള്ള വടക്കേ ഇന്ത്യയുടെ വലിയൊരു ഭാഗം മണലാരണ്യമായി മാറാതിരിക്കുന്നത് ഈ മലനിരകളുടെ സാന്നിധ്യം കൊണ്ടാണ്. ഗുഡ്ഗാവ്, ഉദയ്പൂർ തുടങ്ങിയ നഗരങ്ങളിൽ അരങ്ങേറുന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവർ ഉയർത്തുന്ന പ്രധാന വാദം ഒരു മലയുടെ പ്രാധാന്യം അതിൻ്റെ ഉയരത്തിലല്ല, മറിച്ച് അത് നിർവഹിക്കുന്ന ധർമ്മത്തിലാണ് എന്നാണ്. ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികൾ നിറഞ്ഞ കുന്നുകൾ പോലും ഭൂഗർഭജലം റീചാർജ് ചെയ്യുന്നതിനും വന്യജീവികളുടെ സഞ്ചാരപഥം നിലനിർത്തുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ഇവയെ സംരക്ഷണ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നത് പ്രദേശത്തെ ജലക്ഷാമം രൂക്ഷമാക്കുമെന്നും മരുഭൂവൽക്കരണം വേഗത്തിലാക്കുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ആരവല്ലി സംരക്ഷണത്തിനായി ശബ്ദമുയർത്തുന്ന പ്രമുഖർ ചൂണ്ടിക്കാട്ടുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പർവ്വത നിർവചനങ്ങളാണ്. ലോകത്തെവിടെയും മലകളെ അവയുടെ ഉയരം നോക്കി മാത്രമല്ല തരംതിരിക്കുന്നത്, മറിച്ച് അവയുടെ പാരിസ്ഥിതികവും ഭൗമശാസ്ത്രപരവുമായ കാലാവസ്ഥാപരവുമായ പങ്കിനെ അടിസ്ഥാനമാക്കിയാണ്. കുന്നുകളുടെ ഉയരം കുറഞ്ഞതാണെങ്കിലും അവ ഒരു പ്രദേശത്തെ താപനില ക്രമീകരിക്കുന്നതിലും മഴ പെയ്യിക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിർവചനം ശാസ്ത്രീയ അടിത്തറയില്ലാത്തതും കേവലം ഖനന ലോബികളെ സഹായിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതുമാണെന്ന് പ്രതിഷേധക്കാരുടെ ആരോപണം. നിയമപരമായ ഈ പഴുതുകൾ ഉപയോഗിച്ച് വലിയ തോതിലുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയകളും ഖനന കമ്പനികളും മേഖല കൈയടക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. എന്നാൽ ഈ വിമർശനങ്ങളെ കേന്ദ്ര സർക്കാർ തള്ളിക്കളയുകയാണ്. ഖനന മേഖലയിൽ ഏകീകൃതമായ സ്വഭാവം കൊണ്ടുവരാനും നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കാനുമാണ് പുതിയ നിർവചനം സഹായിക്കുക എന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക നിലപാട്. ഒരു നിശ്ചിത മാനദണ്ഡം ഇല്ലാത്തത് പലപ്പോഴും ഭരണപരമായ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നും പുതിയ നിർവചനം എല്ലാ കുന്നുകളെയും ഒരേപോലെ കാണാൻ സഹായിക്കുമെന്നും സർക്കാർ വാദിക്കുന്നു. 100 മീറ്ററിൽ താഴെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഖനനം അനുവദിക്കും എന്നത് തെറ്റായ ധാരണയാണെന്നും സംരക്ഷിത മേഖലകളും ഇക്കോ സെൻസിറ്റീവ് സോണുകളും ഇപ്പോഴും നിയമത്തിന് കീഴിൽ സുരക്ഷിതമാണെന്നും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കുന്നു. ആകെ ആരവല്ലി വിസ്തൃതിയുടെ 2% ഭാഗം മാത്രമേ പുതിയ മാറ്റങ്ങളിലൂടെ ഖനനത്തിന് സാധ്യതയുള്ളൂ എന്നാണ് ഔദ്യോഗിക കണക്ക്. രാഷ്ട്രീയ തലത്തിലും ഈ വിഷയം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഡൽഹിയുടെ നിലനിൽപ്പ് തന്നെ ആരവല്ലിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നു. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ മലനിരകൾ ഒരു ജീവരേഖയാണ്. അതില്ലാതായാൽ ഹരിയാനയും ഡൽഹിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മണൽ കൂനകളായി മാറുമെന്ന് പരിസ്ഥിതി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കേവലം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി പ്രകൃതിദത്തമായ ഈ പ്രതിരോധ നിരയെ തകർക്കുന്നത് വരും തലമുറയോട് ചെയ്യുന്ന വലിയ ക്രൂരതയാണെന്ന ബോധ്യം പ്രതിഷേധക്കാരിൽ ശക്തമാണ്. കോടതി വിധിയിലൂടെ വന്നിട്ടുള്ള ഈ മാറ്റത്തെ നിയമപരമായി തന്നെ നേരിടാനാണ് ജനകീയ കൂട്ടായ്മകളുടെ തീരുമാനം. ആരവല്ലിയിലെ ഈ സമരം കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ലോകത്തെ ഭീഷണിപ്പെടുത്തുന്ന ഈ കാലഘട്ടത്തിൽ നിലവിലുള്ള ഓരോ പച്ചപ്പും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കാടുകളും കുന്നുകളും നശിക്കുന്നത് മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളെ നേരിട്ട് ബാധിക്കുമെന്നതിന് കേരളത്തിലും കർണാടകത്തിലുമടക്കം സമീപകാലത്തുണ്ടായ പ്രകൃതിക്ഷോഭങ്ങൾ തെളിവാണ്. നിർവചനങ്ങൾ കൊണ്ട് പ്രകൃതിയെ അളക്കാൻ ശ്രമിക്കുമ്പോൾ ആവാസ വ്യവസ്ഥയുടെ സങ്കീർണതയെയും പ്രാധാന്യത്തെയും ഭരണകൂടങ്ങൾ വിസ്മരിക്കരുത്. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള തുലനാവസ്ഥ നിലനിർത്താൻ ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ശാസ്ത്രീയമായ സമീപനമാണ് ആവശ്യം.
നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയമപരമായ വാക്കുകൾക്കും അളവുകൾക്കും അപ്പുറം പ്രകൃതിക്ക് അതിൻ്റേതായ ഒരു നിയമമുണ്ടെന്നാണ്. ആരവല്ലി കുന്നുകളുടെ സംരക്ഷണത്തിനായി തെരുവിലിറങ്ങുന്നവർ പൊരുതുന്നത് വരും തലമുറയുടെ ശ്വസിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. സർക്കാരും കോടതികളും ഈ പ്രതിഷേധങ്ങളിൽ ന്യായമായ ഉത്കണ്ഠകളെ ഉൾക്കൊള്ളുകയും ഉയരം നോക്കിയല്ല മറിച്ച് ജീവൻ നിലനിർത്താനുള്ള ശേഷി നോക്കി പ്രകൃതിയെ സംരക്ഷിക്കാൻ തയ്യാറാവുകയും വേണം. അല്ലാത്ത പക്ഷം ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് ഒരു പുതിയ മരുഭൂമി രൂപപ്പെടുന്നതിന് നമ്മൾ സാക്ഷികളാകേണ്ടി വരും.